യോഗ്യത നിങ്ങൾക്കുണ്ടോ? എന്തായാലും യോഗ്യത പഠിപ്പിക്കാനോ മറ്റുള്ളതോ പറയാൻ നേരമൊന്നുമില്ല. ജസ്റ്റ് ഒരു ബേസിക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ എങ്ങനെയാണ് 2 കോടി രൂപ നേടേണ്ടത്? അതിൽ ഞങ്ങളുടെ സൂത്രവാക്യമാണ് പീപ്പിൾ പ്ലസ് പ്രോസസ് പ്ലസ് റൂൾസ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ അറിയോ? ഇത് പഠിച്ചാൽ 2 കോടി നേടും. എവിടെ പോയി പഠിക്കും? അതിനുള്ള വേദിയാണ് ക്രൗൺ പ്ലാസ ഹോട്ടൽ. ഡേറ്റ് 31/1. പക്ഷേ അവിടുത്തെ കടക്കാൻ വേണ്ടി ഒരാളുടെ എൻട്രി ഫീസ് 18,000 രൂപയാണ്. അതായത് 250 പേർക്കാണ് പ്രോഗ്രാം. അതിന് കമ്പനിക്ക് ചെലവ് 45 ലക്ഷം രൂപയാണ്. പക്ഷേ ഫ്രീ. അവിടേക്കും പണം വേണ്ട. ക്ലിയർ ആയല്ലോ? പൈസ വേണ്ട. പക്ഷേ അതിനുള്ള ഒരു ക്രൈറ്റീരിയ നിങ്ങളുടെ ലീഡേഴ്സ് പറഞ്ഞുതരും എങ്ങനെയാണ് അവിടേക്ക് വരേണ്ടത്. ഓക്കെ, 45 ലക്ഷം രൂപ കമ്പനി ചെലവാക്കി ആ പഠിപ്പിക്കുന്ന പ്രോഗ്രാമിലേക്ക് 2 കോടി രൂപ എങ്ങനെ നേടാം എന്ന് പഠിപ്പിക്കുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരാം. പക്ഷേ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങളുടെ ലീഡേഴ്സ് പരിശോധിക്കും. അവരെന്തെങ്കിലും കണ്ടീഷൻസ് പറയും, നിങ്ങൾക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾക്ക് 5 വെൽത്തുകളില്ലാത്ത. നേരത്തെ 5 വെൽത്ത് എന്താ ഇല്ലാത്ത? ഇതേപോലെ നമ്മുടെ പൂർവികരുടെ DNA നമ്മുടെ ശരീരത്തിലുണ്ട്. ആ DNA നമ്മൾ എന്ത് ചെയ്യുന്നു? DNA ഉള്ളത് കൊണ്ട് നമ്മളും രാവിലെ ജോലിക്ക് പോകുന്നു, അല്ലെ? വേട്ടയ്ക്ക് പോകുന്ന പോലെ ജോലിക്ക് പോകും. വൈകുന്നേരം നമ്മൾ വിശപ്പടക്കാനുള്ള കിട്ടും. ബാക്കി ക്യാഷിൽ ഒന്നുമില്ല. പണ്ട് ഗുഹകളിൽ ഫ്രിഡ്ജ് ഇല്ലാത്തതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തില്ല? ക്യാഷ് 0. ദാറ്റ് മീൻസ് വി ആർ ഇൻ വെന്റിലേറ്റർ, റൈറ്റ്? അപ്പൊ അതിന് ഒരു മാറ്റം വേണമെങ്കിൽ നമ്മൾ പഠിച്ചത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഓൾറെഡി നമ്മുടെ ബ്രെയിൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കുള്ള കഴിവുകൾ ഇത് മറ്റൊരാൾ പറയുമ്പോൾ മറ്റൊരു അവസരത്തിൽ നമുക്കിത് മനസ്സിലാവും. അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം കിട്ടി. ഈ അവസരത്തെ കിട്ടിയപ്പോൾ അതിനെ തിരിച്ചറിയാൻ എല്ലാവർക്കും സാധിക്കണമെന്നില്ല. ഇപ്പൊ ഇന്ന് കുറച്ച് വന്നിരിക്കുന്നവര് ഞാൻ സ്റ്റേജിൽ പറയുമ്പോൾ എന്തെല്ലോ പുലമ്പുന്നു എന്ന രീതിയിൽ ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് കുറച്ചു പേർക്ക് മനസ്സിലാകുന്നു. ഇത് മനസ്സിലാക്കുന്നവർക്കുള്ളതാണ് ലൈഫ് സക്സസ് എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് നോക്കേണ്ട കാര്യം എങ്ങനെയാണ് നമ്മുടെ ഒരു, അല്ലെ, നേരത്തെ 3 ട്രാപ്പുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഈ ട്രാപ്പിൽ, അല്ലെ, അതായത് നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ വിശ്വസിക്കില്ല. കാരണം എന്താ? നിങ്ങൾ അച്ഛൻ കോടീശ്വരനല്ല, നിങ്ങളുടെ മാതാപിതാക്കൾ കോടീശ്വരനല്ല, റൈറ്റ്? അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? അപ്പൊ എന്താണ്